ഹേയ് ഗുഡ് ഈവനിങ് ഗൈസ്. എല്ലാരും എത്തിയോ? അപ്പോ നമ്മുടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നുള്ള ഇടവിട്ടായിരുന്നില്ല നമ്മുടെ 3 സെഷന്റെയും കൂടെയുള്ള ഒരുമിച്ചുള്ള ഒരു എന്താ പറയുന്നത്, മലയാളി രീതി പറയുകയാണെങ്കിൽ ഒരു കലാശക്കൊട്ട് അല്ലെ, റൈറ്റ്. അതാണ് ഇവിടെ ഇനി ഇറങ്ങേറാനേ പോകുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ ഞാൻ നമ്മുടെ CTF എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു CTF ഇപ്പൊ ഓപ്പൺ ആക്കും, റൈറ്റ്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്ത കുറച്ച് പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമാണോ, ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്, റൈറ്റ്. എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് CTF വളരെ സിമ്പിൾ ആണ്, ഡെഡ് സിമ്പിൾ ആണ്. ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആദ്യം ആര് സോൾവ് ചെയ്യുന്നോ അവർക്കായിരിക്കും പോയിന്റ്, റൈറ്റ്. വേറെ ഒന്നുമില്ല. ഇപ്പം ലെറ്റ്സ് സേ ഞാനാണ് ആദ്യം സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 500 പോയിന്റ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, അല്ലെ ഒരു ഫ്ലാഗ് സോൾവ് ചെയ്യുന്നതിനുള്ളത്. രണ്ടാമത് സോൾവ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം 499 പോയിന്റ്സ് ആയിരിക്കും കിട്ടുക. മൂന്നാമത് സോൾവ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പം 480 ആയിരിക്കും കിട്ടുക, റൈറ്റ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈമിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ സ്പീഡ്, റൈറ്റ്. മേ ബി ഈ ബൂട്ട് ക്യാമ്പിന്റെ ഇടയ്ക്കും ഇത് കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു ടൂൾസ് ഒക്കെ വെച്ച് ചിലവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്പീഡ് മേ ബി ബാക്കിയുള്ളവരെക്കാട്ടിലും ബാക്കിയുള്ള ആവറേജ് ക്രൗഡിനെക്കാട്ടിലും ഒരു ഇച്ചിരി ടോപ്പിൽ നിൽക്കുന്നവരുണ്ടാവും, റൈറ്റ്. സോ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളവർക്കും കൂടെ ഉൾപ്പെടുത്തിയാണ്. എന്നാൽ ബാക്കിയുള്ളവരെയും ഒട്ടും പിന്തള്ളാതെ ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ, ഇത് എങ്ങനെയായിരിക്കും, അത് ആദ്യമായിട്ടാണോ, എല്ലാവരും ആദ്യമായിട്ടാണോ ഒരു CTF അറ്റൻഡ് ചെയ്യുന്നത്? ഇതിൽ ആദ്യമായിട്ട് CTF കളിക്കാൻ പോകുന്നവര് ഒരു ഹാൻഡ് റൈസ് ഇടാവോ? എവരിബഡി, എല്ലാവരും തന്നെ ആദ്യമായിട്ട് തന്നെയാ അല്ലെ? ഓക്കെ. ദാറ്റ്സ് ദ തിങ്. ആക്ച്വലി ക്യാപ്ചർ ദ ഫ്ലാഗ്, CTF എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ദ ഫ്ലാഗ് എന്ന് പറഞ്ഞുള്ള ഇതാണ്. യൂഷ്വലി ഒരു പ്രൊഫഷണൽ ക്യാപ്ചർ ദ ഫ്ലാഗ് ഗെയിമിൽ ഓരോ ടാസ്കിലും ഓരോ ഫ്ലാഗ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്, റൈറ്റ്. ബട്ട് ഈ ഒരു ഗെയിമില് ഇൻ ദ എൻഡ് ഒരു സിംഗിൾ ഫ്ലാഗ് ആയിരിക്കും ഉണ്ടാകുന്നത്, റൈറ്റ്. ആൻഡ് ഇറ്റ്സ് ലീനിയർ. ഈ ഹോൾ ഗെയിമും ലീനിയർ ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലൂവിൽ നിന്നായിരിക്കും അടുത്ത പോവുക, റൈറ്റ്. പാരലായിട്ട് പോകേണ്ട സാഹചര്യം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ അറിയാതെ സ്റ്റംബിൾ ചെയ്യും. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് നിങ്ങൾ ലീനിയർലി ആയിരിക്കും ഈ CTF സോൾവ് ചെയ്യാൻ പോവുക, റൈറ്റ്. അപ്പം ലീനിയർലി പോകുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കാണും. അത് മേ ബി ഇച്ചിരി ലോജിക്കലായിട്ടും അല്ലെങ്കിൽ ഇച്ചിരി സാഹിത്യം കൂടെ ഒക്കെ ചേർത്ത് നിങ്ങൾ വായിക്കുക, അതിന്റെ ആൻസർ എഴുതുക, റൈറ്റ്. ആൻഡ് ഇതിന്റെ മൈനസ് പോയിന്റ്സും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പീഡ്, റൈറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പീഡ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ആൻഡ് ഞാൻ ആക്ച്വലി ഈ ഒരു മീറ്റിൽ തന്നെ ഉണ്ടാവും കുറച്ച് നേരം. അവർ യൂഷ്വൽ ടൈം ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾക്ക് CTF കളിക്കാം. ഇനിയും CTFസിന്റെ വാല്യൂസോ ആൻസേഴ്സോ എന്നോട് ചിന്തിക്കരുത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, CTF കളിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ടെക്നോളജി വൈസ് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് സെഷന്റെ ലാസ്റ്റിലോട്ട് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും, എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴത്തേനുണ്ട് സ്ട്രഗിൾസ് കാര്യങ്ങൾ ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഒരാളെ അകത്തെയാണ് ചോദിച്ചത്. ആൻഡ് പിന്നെ എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസോ എന്തെങ്കിലുമൊക്കെ ഡിബേറ്റ്സോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരെണ്ണം വെക്കണമെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ നമുക്ക് വെക്കാം, റൈറ്റ്. മീൻവൈൽ പാരലലി CTF റൺ ചെയ്യുമ്പോൾ Actually, the thing is, it's up to the coordinators. കാരണം ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല, ഇത്ര ഇത് കഴിയുമ്പോഴത്തേനും കഴിയും എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്പീഡിലാണ് കാര്യം ഇരിക്കുന്നത്. ഈവൻ ഇഫ് നിങ്ങളെ എത്രത്തോളം ആരൊക്കെ എപ്പോ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോഴത്തേനും നിങ്ങൾ ടോപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അപ്പം ടോപ്പ് 3 ടോപ്പ് 3 അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണോ ടോപ്പ് 3, ഐ ഗസ് അങ്ങനല്ലേ കോർഡിനേറ്റേഴ്സ് ആ ഒരു സ്കീം ഒന്ന് പറയാമോ?
ഓക്കെ ഗുഡ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ടോപ്പ് 3 ആയിട്ട് നോക്കുന്നുണ്ട്. ടോപ്പ് 3 ആൾക്കാരെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ലൈക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. ലൈക്ക് ഓക്കെ ഇതാണ് ടോപ്പ് 3 ആൾക്കാർ സോൾവ് ചെയ്ത് അവരെല്ലാം നമ്മുടെ പേരെല്ലാം നോട്ട് ചെയ്യും. ആൻഡ് ഐ ഗെസ് ടോപ്പ് 5 കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ടോപ്പ് 5 വന്ന ആൾക്കാരെയും കൂടെ നമ്മൾ ഉറപ്പായിട്ട് ഓണർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗെയിം. അപ്പം അതിലൂടെ അതും കൂടെ കിട്ടി കഴിയുമ്പോഴത്തേനും ലൈക്ക് ഒരു ടോപ്പ് 5 എത്തി കഴിയുമ്പോഴത്തേനും ഐ മീൻ വുഡ് സ്റ്റോപ്പ് ദ CTF. റൈറ്റ്, യു കുഡ് സ്റ്റിൽ അറ്റൻഡ് ഇറ്റ്, ബട്ട് I mean, the CTF will be done, right? Will be over. So cyber security, right? Actually, ഒരു സൈബർ സെക്യൂരിറ്റി ഞാൻ ഓരോ സെഷൻ ഞാൻ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ഞാൻ കുറച്ച് എല്ലാ സെഷനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ടൂൾസിനേക്കാൾ ഉപരി നിങ്ങളുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നോളജ് ആണ് കൂടുതൽ റെഡിയാക്കേണ്ടതെന്ന്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ആദ്യമായിട്ട് ഞാൻ പഠിച്ചെന്നൊക്കെ പറഞ്ഞ മറ്റേ വൈഫൈ ഹാക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ചിലവര് സൈബർ സെക്യൂരിറ്റി കയറുന്ന, അല്ലെങ്കിൽ ഇപ്പം ഉള്ളവർക്കൊക്കെ അറിയാതിരിക്കാനാവും എയർ ക്രാക്കിംഗ് ജി എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ വൈഫൈ ക്രാക്ക് ചെയ്യുന്നതൊക്കെ. ഓൾദോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ടൂൾസ് ഒക്കെ ഇങ്ങനെ കമാൻഡ് ഒക്കെ കാണാതെ അടിക്കുമെന്ന് അറിയാമെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ എന്താണെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഒരു ജസ്റ്റ് ഒരു ടൂൾസ് ഉപയോഗിക്കുന്ന ആള് എന്നുള്ള ഒരു നിലയ്ക്ക് മാറും. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഹാക്കർ വേൾഡിൽ വിളിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ലൈക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ചുമ്മാ റൺ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാതെ റൺ ചെയ്യുന്നവരെ നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസ് എന്നായിരിക്കും വിളിക്കുക. സ്ക്രിപ്റ്റ് കിഡീസ് കേട്ടിട്ടുണ്ടോ ആ? ഈ ഹാക്കർ മൂവീസും കാര്യമൊക്കെ ഒരുപാട് കാണുന്നവർക്കൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടും. യെസ് സാൽവൻ, യെസ് സ്ക്രിപ്റ്റ് കിഡി. റൈറ്റ്. ലൈക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല, ലൈക്ക് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ചിലപ്പം ഏതെങ്കിലും ഒരിടയ്ക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഈ വലിയ പ്രോബ്ലംസ് ഉള്ള, അതായത് വലിയ വലിയ ഹാക്കർ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹാക്കർ ഗ്രൂപ്പ് ഇൻ ദ സെൻസ് ATP, ഓരോരോ കൺട്രിയുടെയും ATP ആയിട്ടുള്ള ഹാക്കർ ഗ്രൂപ്പ്സ് മറ്റൊരു കൺട്രിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരുടെ എക്കണോമി തരത്തിൽ, സൈബർ തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവർ തന്നെ ഓരോ സ്ക്രിപ്റ്റ്സും കാര്യമൊക്കെ എഴുതും. എന്നിട്ട് പബ്ലിക് ഫോറംസ് ചുമ്മാ അങ്ങ് പോസ്റ്റ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ വാണബി ഹാക്കർ കിഡ്സ്, ലൈക്ക് ടീനേജ് കിഡ്സ്, ഇവര് കൂളായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്, ഇത് റൺ ചെയ്യാമല്ലോ എന്നൊക്കെ വെച്ചുള്ള സ്ക്രിപ്റ്റ് റൺ ചെയ്യും. എന്ത് സംഭവിക്കുക, ചിലപ്പം ലെറ്റ്സ് ഏതെങ്കിലും ഒരു കൺട്രിയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ആ കൺട്രിയുടെ എന്തെങ്കിലുമൊക്കെ വലിയ കോർ ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഈ പിള്ളേരെ പിടിക്കും. കാരണം ആക്ച്വൽ ഗ്രൂപ്പിലേക്ക് അത് വരില്ല, കാരണം അതൊരു തരത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഒരിടയ്ക്ക് വരെ. പിന്നെ അഡ്വന്റ് ഓഫ് ലൈക്ക് AI ഏജൻസ്, LLMs ഒക്കെ വരുമ്പോഴത്തേനും വീണ്ടും ആ ഒരു സ്ക്രിപ്റ്റ് കിഡി യുഗത്തിലേക്ക് വീണ്ടും വരികയാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം അതിലേക്ക് നിങ്ങളാരും മാറാതെ, കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേനും പറഞ്ഞു, നമ്മൾ ഈ ബർബ്സ്യൂട്ട് അല്ലെങ്കിൽ വർഷാർക്ക് ഇങ്ങനത്തെ ഈ കാര്യങ്ങളെല്ലാം, ഈ ടൂൾസ് എല്ലാം ഉണ്ട്, ഇതെല്ലാം റിഫൈൻഡ് ആണ്. ഇതെല്ലാം ഒരു ലെറ്റ്സ് സേ ഒരു 99% അല്ലെങ്കിൽ ഒരു 98% ഓഫ് ദ ടൈം എല്ലാ കമ്പനിയിലും അവരുടെ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു 2% ടൈം ഉണ്ട് നമ്മൾ കസ്റ്റമായിട്ട് ഒരു റിക്വസ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമായിട്ടൊരു ലൈക്ക് ഒരു പെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം. അപ്പൊ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുമ്പോഴത്തേനും ലൈക്ക് നമുക്കറിയണം നെറ്റ്വർക്കിംഗ് എന്താ, വെബ് സോക്കറ്റ്സ് അല്ല സോക്കറ്റ്സ് എന്താ, റൈറ്റ്, നെറ്റ്വർക്കിംഗ് സോക്കറ്റ്, അങ്ങനെ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. യൂഷ്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമേറ്റഡ് ആണ്. ലൈക്ക് ഇപ്പൊ നിങ്ങളൊരു ഡിഫൻസീവ് റോളിലേക്ക് പോവുകയാണെങ്കിൽ, സോക്ക് അനലിസ്റ്റ് അങ്ങനെയൊക്കെ പോകുന്നതെങ്കിൽ ലൈക്ക് അവിടെ കുറെ ടൂളുകളൊക്കെ നിങ്ങൾ പഠിക്കണം. അതിലും എന്നാ സ്പങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സെയിം ടൂൾസുകളൊക്കെ ഉണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ആദ്യത്തെ ടൈം കുറെ ടൂൾസുകൾ പഠിക്കുക, ഒന്നും അറിയാതെ ചുമ്മാ അങ്ങ് റൺ ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കണക്ഷൻ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം ലോജിക്കിൽ വെച്ച് നമുക്ക് എന്തുകൊണ്ട് ഇത് റൺ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരു സാഹചര്യം വരുമ്പോഴത്തേനും ഞാൻ ഏത് ടൂളാണ് റൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ടൂളിന്റെ ഏത് ലൈക്ക് എലമെന്റ് ആണ് ഞാൻ റൺ ചെയ്യേണ്ടത്, ഏത് എലമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റാതാണ്. അപ്പം അവിടാണ് ഫ്രം ഒരു ബിഗിനറിനെയും ടു ആൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ഈവൻ ദോ ഒരു മാസ്റ്റർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും, ആ ഒരു ഡിസ്റ്റിങ്ഷൻ വരിക. ഓക്കെ,
എവറിത്തിങ് സെപ്പറേറ്റ് ലോജിക്. അപ്പം ഞാൻ ചെയ്ത വേറൊരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി പൈസക്ക് ഇന്റേൺഷിപ്പുകളൊക്കെ ചോദിക്കുക ആൾക്കാർ തീർക്കാം. ഐ മീൻ സൈബർ സെക്യൂരിറ്റിയിൽ 3 മാസം കൊണ്ട് അടിപൊളിയാകാം, അല്ലെങ്കിൽ ടോപ്പ് ഹാക്കർ ആകാം, നാസയൊക്കെ ഹാക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനാ 5,000 രൂപ തരുമോ 10,000 രൂപ തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഇന്റേൺഷിപ്സുകളൊക്കെ കാണാം. അത്രയൊന്നും പൈസ ഞാൻ മുടക്കിയിട്ടില്ലെങ്കിലും ലൈക്ക് അങ്ങനത്തെ അതിലൊക്കെ പോകുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. കാരണം നിങ്ങൾക്ക് ആ ടൈം വേണമെങ്കിൽ ഒരു നല്ലൊരു ആളുടെ കോഴ്സ് അല്ലെങ്കിൽ നല്ല പ്ലാറ്റ്ഫോംസിലൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്യാം. ആക്ച്വലി ബേസിക്കലി നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ബേസ് കവർ ചെയ്യണമെങ്കിൽ അത് വളരെ ഈസിയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിസോഴ്സ് ഷെയർ ചെയ്ത് കാണിക്കാവേ. ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ്. നെറ്റ്വർക്കിങ്ങിന്റെ ഫൗണ്ടേഷൻ 100% ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇച്ചിരിയും കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും മിക്ക ടൂൾസുകളിലും ഇത് വളരെ പ്രൊമിനന്റ് ആയിട്ട് വരുന്ന ഒരു കോർ എലമെന്റ് ആണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പം ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് 100% നിങ്ങൾക്ക് വളരെ ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ റിസോഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാണ് സിസ്കോ നെറ്റ്വർക്കിംഗ് അക്കാഡമി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലിങ്ക് ഫോളോ ചെയ്യാം കേട്ടോ, netcat.com. ലോഡ് ആവട്ടെ. അപ്പം ഇതിൽ സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്താൽ ഇവിടെ കുറെ കോഴ്സസ് ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട്, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദിസ് വൺ. അതിപ്പോ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം നിങ്ങൾ അത്യാവശ്യം നല്ലൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ഗസ് ഇത് രണ്ടും പെയ്ഡ് ആണെന്ന് തോന്നുന്നു. ഇത് രണ്ടും പെയ്ഡ് ആണെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഇതിലും ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇവരുടെ തന്നെ ഒരു ലൈക്ക് സിമുലേറ്റർ ഉണ്ട്, സിസ്കോ പാക്കറ്റ് ട്രേസർ. സിസ്കോ പാക്കറ്റ് ട്രേസർ. സോ ബേസിക്കലി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് കസ്റ്റമായിട്ട് അല്ലെ സിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ നെറ്റ്വർക്കിങ്ങിൽ ഓരോ പാക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ പാക്കറ്റ്സ് ഇതുവഴിയൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സിസ്കോ പാക്കറ്റ് ട്രേസർ, ഐ ഗസ് ഇറ്റ്സ് ഫ്രീ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഫ്രീ ആയിരുന്നു, ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇത് ഫ്രീ ആണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഞാനിത് മെസ്സേജസിലേക്ക് ഇടാം. സിസ്കോ നെറ്റ്വർക്കിംഗ് അക്കാഡമി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഈ ഒരു ഇത് കവർ ചെയ്തു. പിന്നെ അത്യാവശ്യം ഇപ്പൊ നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് അല്ലെ വെബ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കേണ്ടത്, അതായത് ഇപ്പം ഒരു വാൾ സ്ട്രീറ്റിലുള്ള ആൾ അല്ലെങ്കിൽ ഫിനാൻസ് ആള് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കുന്ന പോലെ നമുക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴും ഒവാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ലോകത്തിലൊരു സംഘടനയുണ്ട്. അവര് ഒവാസ് ടോപ്പ് 10 എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒവാസ് ടോപ്പ് 10? കേട്ടിട്ടുണ്ടോ ഒവാസ് ടോപ്പ് 10? ആരും കേട്ടോ? അഹമ്മദ് കേട്ടിട്ടുണ്ട്. റൈറ്റ്. റോസ് നോ. കൂൾ. ബേസിക്കലി ഇവരാണ് ഒരു 5 വർഷത്തിനിടയിൽ, ഐ ഗസ് ഇറ്റ്സ് 5 years, 5 വർഷത്തില് അവര് ഈ വേൾഡിലുണ്ടാകുന്ന എല്ലാ സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സുകളെയും അല്ലെങ്കിൽ ഓരോ ഹാക്കിംഗ് ഇവന്റ്സിനെയും എടുത്തിട്ട് അതിനെ എല്ലാം കൂടെ ട്രാക്ക് ചെയ്യും. ഇതിൽ ട്രാക്ക് ചെയ്തിട്ട് അവര് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനെ എല്ലാം കൂടെ സോർട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. റൈറ്റ്. ഇതാണ് ഈ വർഷത്തെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് 10 വരുന്ന സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. റൈറ്റ്. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഒവാപ്സ് ടോപ്പ് 10 എന്ന് പറഞ്ഞാൽ? ഇവിടെ വരെ മനസ്സിലായോ? ഓക്കെ ജോയ്. റൈറ്റ്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേരിടുന്ന, അതായത് ഈ 2025 വരെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന പറഞ്ഞാൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒത്തന്റിക്കേഷന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് നമ്മളിന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഒരു വെബ് പെൻട്രേഷൻ ടെസ്റ്റിംഗ് കൊടുക്കുക. ഇപ്പൊ ഒരു കമ്പനി വന്നിട്ട് പറയുവാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഇതൊന്ന് പെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്നിട്ട് വേണമെങ്കിൽ ഒരു ഗൈഡൻസ് പോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഒവാപ്സ് ടോപ്പ് 10 ആദ്യത്തെ ഇത് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ, ഇത് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും.
ഇത് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇവിടെ തന്നെ കുറെ ടെക് പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ട് എൻഡിൽ ഞാൻ പേഴ്സണലി ഞാനത് എടുത്തു പറയുന്നില്ല എവിടാണെന്ന്. പേഴ്സണലി ഒരു സാസിന്റെ ഒത്തന്റിക്കേഷൻ ഞാൻ ക്രാക്ക് ചെയ്തായിരുന്നു. അപ്പൊ അത് ക്രാക്ക് ചെയ്തപ്പോഴത്തേനും അവരുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് അവരുടെ ഫ്രണ്ട് എൻഡില് ഇപ്പൊ നമ്മൾ യൂഷ്വലി യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നുണ്ട് അല്ലെ. യൂസർ നെയിം പാസ്വേഡ് അടിക്കുമ്പോഴത്തേന് യൂസർ നെയിം അടിച്ചു. അപ്പൊ നമ്മൾ പാസ്വേഡ് അടിക്കാതെ ആ ഫീൽഡ് നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് ആ ഫീൽഡിൽ എന്ത് വരും? എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞ വരികയല്ലേ. എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വെബ്സ്യൂട്ടിലാണെങ്കിൽ ഈ പോകുന്ന റിക്വസ്റ്റിനെ നമുക്കൊന്ന് തടയാനായിട്ട് സാധിക്കും. ഞാൻ വേണമെങ്കിൽ അതൊരു സാമ്പിൾ കാണിക്കാം. വെബ്സ്യൂട്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത് ന്യൂലോൺ തന്നെ എടുക്കാം. ഓക്കെ, ന്യൂലോൺ. ഞാൻ ലോഗിൻ ഞെക്കുവാണേ. ഇപ്പൊ ഇവിടെ ഞാൻ ലെറ്റ്സ് ഡമ്മി ഞെക്കി സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് കണ്ടോ? പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞു വന്നല്ലേ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെബ്സ്യൂട്ട് വന്ന് ലൈക്ക് ഇത് ആക്ച്വലി ഒരു ഇൻറ്റ്യൂഷൻ ആണ് കേട്ടോ. ചില സമയത്ത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മളിത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെ നമ്മളിങ്ങനെ വായിച്ച് എടുത്ത് നമുക്ക് മനസ്സിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷൻ വരുമല്ലോ. ലൈക്ക് ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ഇതില്ലാതെ റാൻഡമായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ നമുക്ക് പ്രോക്സി എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് വിട്ടുപോയാണ്. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് ഞാൻ ഓൺ ആക്കി വെച്ചിട്ടേ ഇവിടെ വന്നിട്ട് ഞാൻ ചുമ്മാ 1 2 3 എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യും. റൈറ്റ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇത് എന്ന് പറഞ്ഞാൽ എന്റെ ബ്രൗസർ നടുക്ക് എന്റെ വെബ്സ്യൂട്ട് പിന്നെ വരുന്നത് ഇന്റർനെറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് വിട്ടു, പക്ഷെ ഇത് എന്റെ വെബ്സ്യൂട്ടിൽ വന്നിട്ട് ഇങ്ങനെ തങ്ങിക്കിടക്കുവാണ്. തങ്ങിക്കിടക്കുമ്പോഴത്തേന് എനിക്ക് ഇവിടെ കാണാം ആ റിക്വസ്റ്റ് തന്നെയാണ് ഞാൻ വിടാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചാല് സിംപ്ലി പുട്ട് ഈ ഒരു പാസ്വേഡ്, അപ്പം നിങ്ങൾക്കറിയാം ഈ ഫ്രണ്ട് എൻഡിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പാസ്വേഡ് ഇല്ലെങ്കിൽ ഇതൊന്നും. അപ്പൊ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൽ ഇപ്പം റിക്വസ്റ്റിന്റെ പോകുന്ന ആ ഒരു ലൈക്ക് റിക്വസ്റ്റ് ആണ് ഇത് പോകുന്നത്. ഞാൻ റിക്വസ്റ്റിൽ എന്ത് ചെയ്തു, ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡേ അങ്ങ് കളഞ്ഞു, ലിറ്ററലി അങ്ങ് കളഞ്ഞു. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ വന്നു. പക്ഷെ ആ ഒരു സാസില് ലൈക്ക് ഒരു എഡ്യൂക്കേഷണൽ സാസ് ആണ്, ആ സാസ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല് എന്നെ ആ യൂസർ നെയിമിലോട്ട് ലോഗിൻ ആക്കി. ലിറ്ററലി I just logged in. Right. And അതിന്റെ എഡ്യൂക്കേഷണൽ പാസ് എന്ന് പറയുന്ന ഫാക്കൽറ്റീസ് ഒക്കെ കാണുമല്ലോ. റൈറ്റ്. അപ്പൊ ഞാൻ ആ ഫാക്കൽറ്റിക്ക് ഒരു മെസ്സേജ്, ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു. സോ ലുക്ക്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യത്തെ ഒരു ബ്രോക്കൺ ആക്സസ് കൺട്രോൾ, ഐ മീൻ അതിന്റെ ഫോളോ അപ്പ് വരുവാണെങ്കിൽ ആ ഫാക്കൽറ്റിയായിട്ട് ഭയങ്കര നമ്മൾ ടേംസിലായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളൊരു സെക്യൂരിറ്റി ഇത് വന്നിട്ട് നമ്മൾ അവർക്ക് കൊടുത്തല്ലോ, അവർക്ക് കാണിച്ചു കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു അവർ കേട്ടോ. യെസ്, നമ്മൾ നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അതെന്തുകൊണ്ടാണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ടോപ്പ് 1 തന്നെ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വന്ന് കിടക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2021 ലൈക്ക് അതെ 2021 വരെയുള്ള ഐ ഗസ് 5 വർഷം പിന്നോട്ട് വന്നിട്ട് 2021 വരെയുള്ള എല്ലാ സൈബർ സെക്യൂരിറ്റിയിലും ഏറ്റവും ടോപ്പ് വന്ന് കിടക്കുന്ന ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആയിരുന്നു. ആൻഡ് ഈവൻ 2025 പോലും ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആ ഒരു സ്ഥാനത്തും താഴോട്ട് മാറിയിട്ടില്ല. അപ്പം ഇത് നിങ്ങളൊരു ഗൈഡൻസ് പോലെ ഉപയോഗിക്കുക. പിന്നെ അങ്ങനെ പലതരം സംഗതികളുണ്ട്. ആൻഡ് ഇവിടെ തന്നെ ഒരു ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതവരുടെ ഇവർ തന്നെ ഒരു ബുക്ക് ഉണ്ട്, ഒരു ഗൈഡൻസ് പോലെ. നിങ്ങൾക്ക് ചുമ്മാ ഇത് വായിക്കുമ്പോഴത്തേനും അവർ തന്നെ ഒരു ഗൈഡൻസ് പോലെ, ഒരു ഗൈഡ് ലൈൻ പോലെയാണ്. നിങ്ങൾ ഒരു പെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ തൊട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈക്ക് ഒരു ഗൈഡ് ലൈൻ പോലെ ഒരു ഗൈഡ് ലൈൻ ബുക്കാണ്. അത്യാവശ്യം വലുതാണ്, നിങ്ങൾക്ക് വായിച്ച് എടുക്കാം. നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളത് എടുത്ത് നോക്കുക. ഓക്കെ, ഐ ഗെസ് ഇറ്റ്സ് നോട്ട് കമ്മിങ്. ഞാൻ ഉണ്ടെങ്കിൽ എടുത്തു തരാം കേട്ടോ, നിങ്ങൾ എവിടെയെങ്കിലും.
എടുത്തരാം. അപ്പം സിസ്കോ പാക്കറ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഒവാസ് അല്ലെങ്കിൽ ഒവാസ് ഇത് ഞാൻ ഓക്കെ, ഇതും കിട്ടി. അപ്പം ഇതൊക്കെ ഞാൻ ഡിസ്കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഇതെല്ലാം അവിടെ നിന്നും തിരച്ച് ഒത്തിരി നാള് അലിഞ്ഞു തിരിഞ്ഞ് നടന്നു കിട്ടിയ കുറച്ച് റിസോഴ്സസ് ഒക്കെ ആയിക്കോട്ടെ ഇതെല്ലാം. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഞാൻ റെഡിയാക്കിയത്. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുവാണ് ചിലർക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഇപ്പൊ കേട്ടപ്പം സൈബർ സെക്യൂരിറ്റി ഹാക്കർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം അങ്ങനെ ഒരു രസം തോന്നുന്നുണ്ടായിരിക്കും ഇതിലേക്ക് കിടന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കുറെ നിങ്ങൾക്ക് തോന്നുവാണോ ഓക്കെ മടുപ്പാണ് സൈബർ സെക്യൂരിറ്റി ഉണ്ട് വേറെ ഫീൽഡ് വരികയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് തന്നെയാണ് പാഷൻ, നിങ്ങൾക്ക് ഇത് തന്നെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ലൈക്ക് ട്രൈ ഹാക്ക് മീ. കേട്ടിട്ടുണ്ടോ ട്രൈ ഹാക്ക് മീന്ന്? എല്ലാവരും കേട്ടിട്ടുണ്ടോ ട്രൈ ഹാക്ക് മീ? ഓക്കെ, ആസിഫ് ഉണ്ട്, അഹമ്മദ് റൈറ്റ്, പിയോണ റൈറ്റ്. ഓക്കെ, ട്രൈ ഹാക്ക് മീ റൈറ്റ്. ഇത് ഞാൻ അധികം നാളെ ഇതിനകത്ത് ഒന്നും ചെയ്യാറൊന്നുമില്ല റൈറ്റ്. സോ ഈ ട്രൈ ഹാക്ക് മീ വളരെ നല്ല റിസോഴ്സ് ആണ് ഫോർ ബേസിക്, ഐ മീൻ ഒരു ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ ലേണിംഗ് പാത്തും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഫൗണ്ടേഷണൽ ആ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. പിന്നെ റൂംസും കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഗെയിം പോലെ റൂമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, CTF കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് ശേഷം എല്ലാവരും തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ഹാക്ക് ദ ബോക്സ്. അപ്പം എന്താന്ന് വെച്ചാൽ ട്രൈ ഹാക്ക് മീല് നിങ്ങൾ അത്യാവശ്യം ഒന്ന് റെഡി ആക്കി കഴിയുമ്പോഴത്തേനും ബിഗിന്നർ ടു ഇന്റർമീഡിയറ്റ് ബോർഡർ ലൈൻ ആ ഒരു കാര്യം റെഡിയാകും. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം തന്നെ ചിന്തിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കേപ്പബിലിറ്റി ആവും. പ്രത്യേകം നിങ്ങൾ ഇച്ചിരൂടെ പൈസ കൊടുത്ത് ഹാക്ക് ദ ബോക്സ് ആണെന്ന് തോന്നുന്നു. ഹാക്ക് ദ ബോക്സ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ബിക്കോസ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് പാക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഹാക്ക് ദ ബോക്സിന്. ആൻഡ് നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അതെ, ഓക്കെ. അപ്പം ഇതൊക്കെയാണ് കൂടുതലും പറയാനുള്ളത്. എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് കുറെ പൈസയൊക്കെ പോയിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി പഠിക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാനും അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേനുമാണ് പിന്നെയും ഇതിനോടൊക്കെ ഒരു പാഷൻ പണ്ടോട്ടേ ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഡീപ്പ് ഡൈവ് ചെയ്യണം അല്ലെ ഇതെല്ലാം ഒന്ന് അറിയണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ ഇത്രയും ശക്തിയിൽ വരുന്നത്. ഇത്രയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? നാളും ഞാനാണ് സംസാരിച്ചോണ്ടിരുന്നത്, നിങ്ങളാരിലൊക്കെ സംസാരിക്കുക. ലൈക്ക് സാൽവിൻ ഒക്കെ ടെക്സ്റ്റ് ഇടുന്നേ ഉള്ളൂ, വേറെ ഞാൻ സംസാരിച്ച് കേട്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടില്ല. ആൻഡ് സൂര്യനാരായണൻ, യു ഗൈസ്, പിന്നെ ആരൊക്കെയാ ഒത്തിരി പേര് എനിക്ക് തംസ് അപ്പ് എല്ലാവരും ഗെയിമിനും ഇടുന്നൊക്കെ. നിങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ വേണം, അൺമ്യൂട്ട് ആക്കി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളെല്ലാവരും ഹാപ്പി ആണോ? നിങ്ങളെല്ലാവരും ഓക്കെ ആണോ? അപ്പാർട്ട് ഫ്രം സൈബർ സെക്യൂരിറ്റി ലൈക്ക് ലൈഫിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? നിങ്ങളൊക്കെ നാട്ടിൽ മഴയുണ്ടോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ബാൻഡിറ്റ്, ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് ബാൻഡിറ്റ്. എനിക്കൊന്നു ഞാൻ ബാൻഡിറ്റ് സൈബർ സെക്യൂരിറ്റി ബാൻഡിറ്റ് ഓക്കെ. ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത്? ഓക്കെ, യെസ്, ഓക്കെ, മനസ്സിലായി. റൈറ്റ്. ഇതും കൂടാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ ഒരു ഗെയിമിഫൈഡ് ലൈക്ക് വേർഷൻസ് ഒക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതുപോലെ CTFs ഒക്കെ ഭയങ്കര താല്പര്യമാണ്, ബാൻഡിറ്റും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സം പീപ്പിൾ, ചിലർക്ക് പ്രോഗ്രാമിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അവരൊക്കെ ഈ LLM കാര്യമൊക്കെ വന്നപ്പോഴത്തേനും അവരെല്ലാവരും ഭയങ്കര പുച്ഛമായിരിക്കും, റൈറ്റ്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കണ്ട, റൈറ്റ്. അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഓരോ സോഫ്റ്റ്വെയർ എടുത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ. ആർക്കെങ്കിലും അറിയാമോ? ഐ മീൻ ഐ ഫോർഗോട്ട് ദ നെയിം. ആർക്കെങ്കിലും അത് അറിയാം? ഐ മീൻ ആൾക്കാർ പോസ്റ്റ് ചെയ്യും അവരവരുടെ സോഫ്റ്റ്വെയർസ്, അത് ക്രാക്ക് ചെയ്ത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള forgot the name actually. I'll stop listening. Right. Okay. അപ്പം കോർഡിനേറ്റേഴ്സ് എങ്ങനെ നമുക്ക് CTF സ്റ്റാർട്ട് ചെയ്യണ്ടേ? റൈറ്റ്. ആൻഡ് കോർഡിനേറ്റേഴ്സ് ഐ ഗെസ് നിങ്ങൾ തന്നെ കിക്ക് ഓഫ് ചെയ്തോളൂ, അതാണ് അതിന്റെ ഒരു മര്യാദ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് CTF സ്റ്റാർട്ട് ചെയ്യുന്നോ അങ്ങനെയല്ലോ.
മനസ്സിലാ തുടങ്ങുമല്ലേ? ആ എന്നാ റെഡി ആക്കിയേക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മീറ്റിംഗ് ഡൗട്ട് വെച്ചാൽ പോരെ ചേട്ടാ? മതി മതി മതി. സെഷൻ എന്തായാലും ഓൺ ആയിരിക്കും മാക്സിമം. എല്ലാവരും ഡൗട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മീറ്റിംഗ് കയറുക, ചോദിക്കുക. വേറെ ഡിസ്കഷൻസ് ഉണ്ട്, സംസാരിക്കാം. ചാറ്റിലിടാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഓക്കെ, CTF ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. And CTF is on. Right. Guys, maybe നിങ്ങൾക്ക് CTF മാത്രം ഫോക്കസ് ചെയ്ത് ലൈക്ക് ലോക്ക് ഇൻ ആയിട്ട് കളിക്കണമെങ്കിൽ മേ ബി സെഷനിൽ ലീവ് ചെയ്ത് കളിക്കാം. സബ് യു ഗൈസ്. അല്ലെങ്കിൽ CTF അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. Anywho, I'll be here. The coordinators will here. I will be here. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Right. Okay, guys. സൗരവ് തുടങ്ങി. സൗരവ് ഓക്കെ, സൗരവ് അല്ലേ? സൗരവ് രാമചന്ദ്രൻ. റൈറ്റ്. ഓക്കെ, സൗരവ് രാമചന്ദ്രൻ ഐ ഗസ് ആദ്യത്തെ കടമ്പ കടന്നിരിക്കുകയാണ് ഗൈസ്. മുന്നോട്ട് പോട്ടെ. നമുക്ക് നോക്കാം. വേറെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. സൗരവാണ്. യെസ്. സൗരവാണ് ഇപ്പം നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. ഗൈസ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. നമ്മൾ പഠിപ്പിച്ച എല്ലാ ടൂൾസിന്റെയും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ കാണാം. അല്ലെങ്കിൽ ഒരു ടൂൾ തന്നെ നല്ല അതിൽ പഠിപ്പിച്ച പല ടോപ്പിക്സുകളിലൊക്കെ കാണാം. CTF പിന്നീടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. വെബ്സൈറ്റിൽ നിന്ന് ക്ലിയർ ആക്കൂ ഇവൻ കഴിയുമ്പോൾ. ആക്ച്വലി മേ ബി ഫ്യൂ ഡേയ്സിന് ട്രൈ ചെയ്യാൻ നോക്കാൻ വേണ്ടിയാണെങ്കിൽ മേ ബി ഫ്യൂ ഡേയ്സ് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ അപ്പാക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഡൗൺ ആക്കുമായിരിക്കും. മറ്റന്നാളെ വരെ അപ്പാക്കിയിട്ട് അതിനുശേഷം ഇതിട്ട് കൊടുക്കാം. കാരണം ഡോണ്ട് ഗെറ്റ് മീ റോങ് ആൻഡ് നിഞ്ച, കാരണം തിങ് ഈസ് നമ്മളെ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ക്ലൗഡ് ബിൽസ് റൈറ്റ്. അപ്പം കഴിവതും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് 2 പേര് നിലവിൽ സമമല്ല ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. റൈറ്റ്. അഡ്മിൻസ് ആൻഡ് കോർഡിനേറ്റേഴ്സിന്റെ എല്ലാം തീരുമാനപ്രകാരം നാളെ ഒരു മിഡ് നൈറ്റ് വരെയോളം CTF ഒക്കെ ഓപ്പൺ ആയിരിക്കും. റൈറ്റ്. ആൻഡ് വെബ്സൈറ്റ് കുറച്ച് ദിവസം ഓപ്പൺ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കണമോ അല്ലെങ്കിൽ നോക്കണമെങ്കിൽ എടുക്കാം. അതിനുശേഷം കോർഡിനേറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ PDF ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും, ഇട്ട് തരാം. ആൻഡ് സൈറ്റ് വിൽ ബി ഡൗൺ. ഓക്കെ. ആൻഡ് നിങ്ങൾ എല്ലാവരും ലീവ് ചെയ്തോ. വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ലെങ്കിൽ you guys can leave. Right. Have a good night. Thanks for joining and all the best for the CTF. Thanks guys. Thanks so much. സൗരവ് കഴിഞ്ഞില്ല, CTF കഴിഞ്ഞില്ല. നമ്മൾ ഇനിയും ടൈം തരുവാണ് നിങ്ങൾക്ക്, കാരണം കംപ്ലീറ്റ് ആകാൻ നിങ്ങൾക്ക് എല്ലാം താമസമായതുകൊണ്ട് തന്നെ ഈ സെഷൻ എൻഡ് ചെയ്യുവാണ്. ഇന്നത്തോടുകൂടി ഇനി സെഷൻസ് ഒന്നും ഇല്ല. ഇത്രയും ദിവസം എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി. ഓക്കെ. ഡീകോഡർ ചലഞ്ചിന് ഫയൽസ് ആണോ ഓർ ലിങ്ക്സ്? Right. I mean, yeah, CTF second. I know. I meant like when I'll check in. Okay, you'd get it. Just dive deep. നിങ്ങളുടെ സെക്കൻഡ് CTF എല്ലാം സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് തന്നെയുണ്ട് ആൻസർ എന്ന് വേണേൽ പറയാം. റൈറ്റ്. വളരെ സിമ്പിൾ ആണ്. കൂടുതൽ പറയില്ല. ഓക്കെ, കൂടുതൽ പറഞ്ഞാൽ ശരിയാതില്ല. റൈറ്റ്. ഓക്കെ. മേ ബി ടുമോറോ, നാളെ വല്ലതും ഉച്ചയോടുകൂടി ആർക്കും കിട്ടുന്നില്ല. മേ ബി ചെറിയ വല്ല ഹിന്ദു ഒക്കെ ഇടാം കേട്ടോ. ഓക്കെ ഗൈസ്. ഓക്കെ, ഗുഡ് നൈറ്റ് ബോയ്സ്, ഗുഡ് നൈറ്റ് ഗേൾസ്, ഗുഡ് നൈറ്റ്, ബൈ, സീ യു, ഗോഡ് ബ്ലെസ് യു ഓൾ, ബൈ. താങ്ക് യു. എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ.